പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. കോഴിക്കോട് പേരാമ്പ്രയിൽ ഗർഭിണി കാർ കത്തി മരിച്ച സംഭവത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭർത്താവും മരിച്ചു. രജിൻലാലാണ് മരിച്ചത്. ഗുരുതരമായി പരുക്കേറ്റ രജിൻലാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. ഇരുവരുടെയും മരണത്തിൽ ദുരൂഹത തുടരുകയാണ്. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയതിൽ ഭർത്താവ് രജിൻലാലിന് പങ്കില്ലെന്നാണ് പോലീസ് നിഗമനം. പേരാമ്പ്രയിലെ പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ സോന പെട്രോൾ വാങ്ങുന്ന CCTV ദൃശ്യം കഴിഞ്ഞ ദിവസം പോലീസിന് ലഭിച്ചിരുന്നു. ഇത് ബാഗിലാക്കി കാറിലെത്തിച്ചെന്നാണ് കരുതുന്നത്. ഇതിന്റെ തുടർച്ചയായ അന്വേഷണത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിൽ പോലീസ് എത്തിയത്. എന്നാൽ ഇക്കാര്യം ഔദ്യോഗികമായി പോലീസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കാർ ഓടിക്കുന്നതിനിടെ പെട്രോൾ ഗന്ധം വന്നു, തീ പടർന്നെന്നാണ് ഭർത്താവ് രജിൻലാലിന്റെ മൊഴി. എന്നാൽ ഇതെല്ലാം പാടെ തള്ളുകയാണ് സോനയുടെ കുടുംബം. രജിൻലാലിന്റെ വീട്ടിലേക്ക് പോകാനും സോനയെ കാണുന്നതിനും തങ്ങൾക്ക് വിലക്കുള്ളതായും പല ദിവസങ്ങളിലും സോന തന്നെ വിളിച്ചു കരഞ്ഞിട്ടുണ്ടെന്നും സഹോദരൻ സോനുവും പറയുന്നു. മെയ് 16-നാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് തീപിടിച്ച് അപകടമുണ്ടായത്. രജിൻലാലും ഭാര്യ സോനയും മാത്രമാണ് കാറിലുണ്ടായിരുന്നത്. ഗർഭിണിയായിരുന്ന സോന കാറിനുള്ളിൽ തന്നെ വെന്തു മരിക്കുകയായിരുന്നു. തീ പടർന്ന ഉടൻ പുറത്തിറങ്ങിയ രജിലാൽ സമീപത്തെ തോട്ടിലിറങ്ങിയാണ് ശരീരത്തിലെ തീയണച്ചത്. റിപ്പോർട്ടർ റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. Follow us for more breaking news updates.